ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഇന്ത്യൻ ബൈക്ക്. ലെറ്റ്സ് ഗോ. അതാ നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ ഇന്ന് നമുക്കാണെങ്കിൽ രാവിലെ തന്നെ ഒരു കോള്, നമ്മുടെ ചങ്ങായിനെ ആരെ പിടിച്ചു വെച്ചിരുന്നു. പിന്നെ ഒന്നും നോക്കില്ല, കാർ എടുത്തു, അങ്ങോട്ട് നേരെ പോലീസ് സ്റ്റേഷൻ ഫസ്റ്റിലാണ് കേട്ടോ ഗൈസ്. കാറിൻ്റെ ഒച്ചോണാണെങ്കിലും നമ്മൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. എന്തായാലും നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഇവിടെ ആകെ ഒറ്റൊരു കോൺസ്റ്റബിൾ മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഓനോടൊന്ന് സംസാരിച്ചു നോക്കാം. എടോ, എന്റെ ചങ്ങായിനെ നിങ്ങൾ എങ്ങോട്ടോടെ കൊണ്ടുപോയത്? അത് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ലടോ. അങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഒന്ന് താനോടിട്ട് കൊല്ലും. പറഞ്ഞു തന്ന മര്യാദക്ക്. എന്നാ താൻ കൊല്ലേ, ഞാൻ പറഞ്ഞു തരൂല. എൻ്റെ സാറിനോട് പറഞ്ഞു തരരുത് എന്നാണ് പറഞ്ഞത്. എന്നാ ഇന്ന് കാണാം, ഇന്ന് നിന്റെ അവസാനടാ. എന്നാ അതിൻ്റെ തലക്കന്നെ നോക്കിയാണ്ടതാ. ഓൻ്റെ കഥ കഴിഞ്ഞ്. എന്തായാലും ഇനി നമുക്ക് നേരെ നമ്മളെ വണ്ടി എടുത്തുകൊണ്ട് നേരെ ഇനി ഓൻ പറഞ്ഞത് ചെറിയൊരു സൂചന തന്നിട്ടുണ്ട്, ഇറാഖിലാണെന്ന്. അപ്പൊ നമ്മളെന്തായാലും നമ്മളെ ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് ഇറാഖിക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഇറാഖിക്ക് പോകാനായിട്ട് നമ്മള് ഹെലികോപ്റ്റർക്ക് വിളിച്ചാണ്ട്, അതുകൊണ്ട് നമ്മൾ നേരെ വണ്ടി എടുത്തുകൊണ്ട് നമ്മള് ഹെലികോപ്റ്ററൊക്കെ വിളിക്കാൻ പറ്റിയ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ അതാ പോണ സ്ഥലത്താണ് നല്ല റേസിങ്ങിന് പറ്റിയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും ചങ്ങായിനൊന്ന് എത്ര പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരണം. ഇറാഖിൽ നിന്ന് ഇനി ഒരു വേറെ ഇങ്ങോട്ടേ കൊണ്ടുവരണമെന്ന് നമ്മക്കറിയില്ലല്ലോ. ആക്സിഡന്റ് ആയി ഗൈസ്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇവിടെ ആക്സിഡന്റ് ആയതല്ല, ഇവിടെ തന്നെ നമുക്കൊരു ഹെലികോപ്റ്റർ കൊണ്ട് വിളിച്ച. ഹെലികോപ്റ്ററിലല്ല എന്തായാലും നമുക്ക് പോയിട്ടുള്ളൂ. നമ്മളേക്കലാണെങ്കിൽ ഹെലികോപ്റ്റർ ഉണ്ട് കേട്ടോ. നമ്മളൊക്കെ വേറൊരു വിമാനമുണ്ട്, നമ്മൾ വിമാനത്താവളത്താണ്. അതുകൊണ്ട് നമ്മൾ തൽക്കാലത്തിന് അതൊന്നും എടുക്കാൻ പോകുന്നില്ല. നേരെ ഹെലികോപ്റ്റർ വിളിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്റർ വിളിച്ചപ്പോഴാണെങ്കിലും നമ്മളെ മുകളിൽ ആഡ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നമ്മളങ്ങനെ നമ്മളെ വൈഫൈയും കാര്യങ്ങളൊക്കെ കണ്ട് ഓഫ് ആക്കി നേരെ കയറ്റിയിട്ട് അതാ കണ്ടോ, നമ്മൾ നേരെ ഇനി ഹെലികോപ്റ്റർ വിളിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്റർ വിളിച്ചാൽ ഹെലികോപ്റ്റർ നമ്മൾ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഹെലികോപ്റ്ററൊക്കെ പറത്താണ് നമ്മൾ. എന്തായാലും ഇനി നമുക്ക് ഇറാഖിൽ കാണാം കേട്ടോ. ഇറാഖിൽ നിങ്ങൾ ആരെയുണ്ട് പറഞ്ഞോളി. നമ്മൾ ഇനി എന്തായാലും 2 ദിവസം ഇറാഖിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഇറാഖിൽ ബീച്ചിലൊക്കെ പോയി ഒന്ന് കുളിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടേ. നമ്മളെന്തായാലും അങ്ങനെ ഇറാഖിൽ ഇങ്ങനെ പോവുകയാണ് ഗൈസ്. നമ്മൾ പിന്നെ ഹെവി പൈലറ്റ് ആയതുകൊണ്ട് പിന്നെ സീനില്ല. കണ്ടാ നമ്മൾ ഇങ്ങനെയൊക്കെ വർക്ക് നമ്മൾ തിരിയണൊരു മാസം നമ്മളിതാ അങ്ങനെ ഇറാഖിൽ ഇറങ്ങിയിട്ടുണ്ട് ഒരു ബിൽഡിങ്ങിന് മുകളിൽ. പക്ഷെ ഇവിടുന്ന് ചാടിയാൽ നമ്മളെ ജീവൻ പോകുന്നുള്ളതുകൊണ്ട് നമ്മളിതൊരു മാസമായിട്ട് ബിൽഡിങ്ങിൻ്റെ താരിയിട്ടാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് ഗൈസ്. കണ്ടാ ഇതുപോലെ നമ്മൾ ഇറങ്ങണം കേട്ടോ ഗൈസ്. നമ്മൾ എന്താ പറയുക, നമ്മൾ സീന് പൈലറ്റ് ആയതുകൊണ്ടാണ്. നിങ്ങളാരും ഇങ്ങനെ കണ്ണൊന്നും വെക്കൽ ഗൈസ്. എന്തായാലും നമ്മളിവിടെ ഇറങ്ങുകയാണ് കേട്ടോ. എന്താ നമ്മൾ ഇറാഖിൻ്റെ മണ്ണിൽ നമ്മൾ ഇറങ്ങുകയാണ് ഗൈസ്. ഇറാഖിൽ പോലീസ് സ്റ്റേഷനിലേക്കാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ ഇറാഖിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ചാടിയണ്ട് ഇറങ്ങാം. ഗായ്സ്, നമ്മളിവിടെ വീണിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ചങ്ങായിന് വേണ്ടിയുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വീണോടത്തുനിന്നൊക്കെ നീച്ചാണ്ട് നേരെ മണ്ടുണ്ട്. ഇനി നമുക്കൊരു കാറ് വേണം. കാറോ ബൈക്കോ എന്തേ വേണം. അതിന് നമ്മൾ വൈഫൈ ഓഫ് ആക്കുക ആൻഡ് വിളിക്കുക, അല്ലെങ്കിൽ പരസ്യം ആഡ്സ് വരും. അതുകൊണ്ട് വൈഫൈ ഓഫ് ആക്കിയിട്ട് നമ്മളങ്ങ് വിളിച്ചാൻ പോവാണ്. നമ്മൾ വിളിച്ചുന്നത് നമ്മളൊരു കാറിന് എന്തായാലും വിളിച്ചിട്ടുണ്ട്. നമ്മളെ കാറ് ഇവിടെ എത്തിയിട്ടുണ്ട്, ലംബോർഗിനി. എന്തായാലും നമ്മൾ ഇതിലാണ്ട് കയറിയാണ് നമ്മളിങ്ങനെ നേരെ പോണത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ കാണും. ഇവിടുത്തെ പോലീസുകാരൊക്കെ ഒന്ന് കാണാണ്ട് നമ്മളെ ചങ്ങായിമാരെ ചങ്ങായിനെ ഇവിടെ പിടിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മുമ്പ് നമുക്ക് ഇവിടെ ഉള്ള പെര നിങ്ങൾക്ക് കാണിച്ചു തന്നെ വിചാരിച്ചു. സെറ്റ് പെരാണ് ഗൈസ്. നമ്മളെ പെര ഇതാണ് കേട്ടോ. നമ്മളെ പെര സ്വിമ്മിംഗ് പൂളാണ് തോന്നുന്നുണ്ട് കേട്ടോ. എന്തൊരു സംഭവം ഉണ്ട് അവിടെ. സ്വിമ്മിംഗ് പൂളല്ലേ മൂഞ്ചി.
എന്തായാലും നമ്മളിനി പേര ഫുള്ള് ചുറ്റിയപ്പോഴാണ് ബാക്കിലൊരു ഷെഡുള്ള പറഞ്ഞത്. അപ്പോൾ ഈ ഷെഡിൻ്റെ ഉള്ളിൽ കയറ്റാൻ നോക്കിയപ്പോഴാണ് അതൊക്കെ എടുക്കുന്നത്, കയറുന്നില്ല. പിന്നെ നമ്മൾ രണ്ടാമതൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. അതും കയറണില്ല. എന്നാൽ പിന്നെ നോൻ്റെ അവസാനം അറിഞ്ഞാണ്ട് നമ്മൾ എന്തായാലും ഇന്ന് കയറ്റിയിട്ടേ പോവുള്ളൂ. കുത്തി നമ്മളെ കാറിന് എന്ത് പറ്റാൻ വേണ്ടി കയറ്റിയിട്ട് പോകുള്ളൂ അറിഞ്ഞാൽ നമ്മളാണ് അവിടുന്ന് കുറേ നേരം കയറ്റാൻ നോക്കി. കുറേ കയറ്റാനും കഴിയണില്ല. എന്തായാലും നമ്മൾ ശ്രമിച്ചോ വിജയിക്കില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതും കയറിയില്ല. കയറി ഐസ്. ജസ്റ്റ് മിസ്സിൽ നമ്മൾ കയറാതെ പോയി. എന്തായാലും നമുക്ക് ഒന്നുകൂടി മുന്നിലേക്ക് എടുത്താണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, മുന്നിലേക്ക് എടുത്തോണ്ട് ഇനി ജസ്റ്റ് കുറച്ചുകൂടി മുന്നിലേക്ക് എടുത്തിട്ട് നമ്മൾ ട്രൈ ചെയ്തേക്കാണ്. അത് നമ്മളെ കണ്ണാടി അവിടെ കുടുങ്ങി കിടക്കുകയാണ്. അപ്പോൾ അതായിരിക്കണം. എന്തായാലും നമ്മളൊന്നുകൂടി ട്രൈ ചെയ്യണ്ടേ. എത്ര ആക്കിയിട്ട് അത് കയറാൻ ഐസ്. നമ്മളെ മുന്നത്തെ ടയറിന് എന്തോ ഉണ്ടായിട്ടാണോ അങ്ങനെ എന്തോ അറിയില്ല ഐസ്. എന്തായാലും നമ്മൾ നല്ലൊന്ന് മുന്നിലേക്ക് എടുത്താണ് ഫുള്ള് ഫാസ്റ്റിലാണ്ട് കയറ്റേണ്ടി വിട്ടിട്ടുണ്ട്. അല്ല പിന്നെ നമ്മളോടെ കളി. പിന്നെ നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയോണ്ട് നമ്മൾ ഹോം ടൂറാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം എന്തായാലും നമ്മുടെ ഇറാഖിലെ വീടിൻ്റെ ഹോം ടൂറാണ് നമ്മളിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എന്തായാലും നമ്മൾ ചാടി കയറിയിട്ടുണ്ട് കേട്ടോ നമ്മളെ പേരേക്ക്. നമുക്കിനി ഫസ്റ്റ് തന്നെ നോക്കണേ നമ്മൾ സ്വിമ്മിങ് പൂളാണല്ലോ. അപ്പം നേരെ സ്വിമ്മിങ് പൂളിലേക്കാണ് പോണത് എന്നാണ്. അതാ നമ്മൾ നേരെ പോയി സ്വിമ്മിങ് പൂള് ചാടിയപ്പോഴാണ് ഗൈസ് മൂഞ്ചി ഗൈസ്. അത് സ്വിമ്മിങ് പൂളല്ല ഗൈസ്, നീല കട്ട വിരിച്ചതാണ് ഗൈസ്. നമ്മളെ പറ്റിച്ചു ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് പെരക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഗൈസ് സെറ്റ് വരെ ഗൈസ്. AC TV ഒക്കെ ഉണ്ട് ഗൈസ്. പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ ഗൈസ്, സിറ്റൗട്ട് ഡോറില്ല. കുഴപ്പമില്ല, നമ്മൾ പിന്നെ റൗഡിയല്ലേ, നമ്മൾ പിന്നെ എല്ലാത്തിനും അടിച്ച് പൂച്ചേനെ ഇടൂലേ. നമ്മളിനി നേരെ മേലെ കയറാൻ പോണേ. നേരെ മേലെ കയറിയാണ്ട് നമ്മൾ റൂമിൽ വെച്ചപ്പോൾ ഇവിടെ ഒരു ബാൽക്കണി. ഇവിടുന്ന് തോക്കെടുത്താണ്ട് ആൾക്കാരോല്ലല്ലോ, സുഖമാണ് ഗൈസ്. ചാടല്ല. ഓനത് ഇവിടുന്ന് ചാടിയിട്ടുണ്ട്. കുഴപ്പമില്ല, പിരാന്തന്മാരാണല്ലോ, നമ്മൾ വിട്ടേക്കാം. അല്ലേ പിന്നെ സോറി. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒരു ബൈക്ക് എടുക്കണം. ബൈക്കിലാണ് നമ്മൾ എന്തായാലും ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ കണ്ടുപിടിച്ചാൻ പോകുന്നത്. അല്ല നമുക്ക് പെട്രോൾ ലാഭമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ നമ്മൾ ബൈക്കിൽ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ നമുക്ക് കറക്റ്റ് ഓടാനൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ ഇവിടെ ഫുള്ള് തപ്പാണ് പോലീസ് സ്റ്റേഷന്. അരിച്ച് പെറുക്കിയിട്ടാണെങ്കിൽ നമ്മളെ പോലീസ് സ്റ്റേഷൻ കണ്ടുപിടിക്കും ഗൈസ്. ഇനി ഇവിടുന്ന് പോലെ അങ്ങോട്ടേ കൊണ്ടുപോയണോ നമുക്കറിയില്ല ഗൈസ്. ഇവിടുന്ന് അങ്ങോട്ടേ കൊണ്ടുപോയി പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിച്ചില്ല ഗൈസ്. അപ്പോൾ അതാ ഇവിടുത്തെ വിമാനത്താവളം കേട്ടോ സൈഡിലുള്ളത് ഗൈസ്. ഇവിടുത്തെ ഈ വിമാനത്താവളത്ത് നമ്മളൊരു വിമാനമുണ്ട്, വിഷയമല്ല. അതാ ഈ പോലീസ് സ്റ്റേഷൻ. ഇതാ നമ്മൾ നേരെ റിവേഴ്സും കാര്യങ്ങളും എടുത്താണ് നേരെ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറാണ്. പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറി ചെല്ലുന്നുണ്ട് ഗൈസ്. ഇതാ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം നേരെ നമുക്ക് ഇവിടുത്തെ ഇവിടെ ഉള്ളിലൊരു കാണുന്നില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെ 2 കോൺസ്റ്റബിൾസ് ഉണ്ട്. നമുക്ക് ഇവരോടൊന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, നമ്മൾ വണ്ടിയൊക്കെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ യെസ്. അപ്പം ഓരോട് ചോദിച്ചാൽ പറഞ്ഞു തരുമോയെന്നറിയില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഓരോടൊന്ന് ചോദിച്ചു നോക്കാം. അവിടെ ഇവിടെ കേരളത്തിൽ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന എൻ്റെ ചങ്ങായി ഉണ്ട് പറഞ്ഞിടാ. ഓൻ പറഞ്ഞു ഗൈസ്, ഇവിടെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന എൻ്റെ ചങ്ങായി ഉണ്ട് പറഞ്ഞിടോ. ഓലോടെ അത് ഞങ്ങൾ കാണിച്ചു തരൂല കേട്ടോ. നിങ്ങളാണ് എന്തെങ്കിലും ചെയ്യുന്നത്. അവിടെ ബോംബിട്ട് തകർക്കും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഗണ്ണുകൊണ്ട് അടിച്ചുകൊല്ലോ. എന്നാൽ നീ ബോംബിട്ട് തകർക്കടോ, ഒന്ന് കാണാമല്ലോ നമുക്ക്. ഇത് ഇറാഖാണെങ്കിലും ബസറാണെങ്കിലും നമുക്കൊരു ചുക്കില്ല അറിഞ്ഞുണ്ട് നമ്മൾ ബോംബെടുത്ത് ഗൈസ്. ബോംബെടുത്ത് തന്നെ നമ്മളിതാ ചുമരുമേലൊക്കെ കണ്ട് എറിഞ്ഞാണ്ട് ഇട്ടിട്ടോ. ചുമരുമേൽ ഓല മുന്നിലൊക്കെ എറിഞ്ഞാണ്ടിട്ട് നമുക്ക് ഫസ്റ്റ് ഇനി ഓല കൊല്ലണം. ഓലയുടെ നമ്മൾ ആദ്യം വാണിങ് കൊടുത്താണല്ലോ കൊല്ലുന്നത്. അമ്മയ്ക്ക് ഇതിനെ പേടിക്കാത്തതുകൊണ്ട് നമ്മളെ മുത്തമ്മ ഗണ്ണിനോട് ഇടിച്ചു. നേരെ ഞാൻ ഒരു വാണിങ് കൂടി തരാം കേട്ടോ. ഓല് വേണ്ടാന്ന് തന്നെ പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല ഗൈസ്. നമുക്കിനി ഓല അടിച്ച് ശരിയാക്കാണ്ട് ഗൈസ്. അപ്പോൾ അതാ ഓനത് ഇങ്ങോട്ട് വരുന്നേ. ഇങ്ങോട്ടൊന്നും അവൻ്റെ കഥ തീരടോ. അവിടെ നിന്നോ. എന്തായാലും പറഞ്ഞേ കേട്ടില്ല, ഇങ്ങോട്ട് തന്നെ വന്ന്. അതുകൊണ്ട് ഓല കഥ തീർന്നു. ഇനി നമുക്ക് എന്തായാലും ബോംബ് പൊട്ടിക്കണമല്ലോ. നമ്മളെന്തായാലും അങ്ങനെ ബോംബ് പൊട്ടിച്ചാണ് കേട്ടോ. വെറുതെ കിട്ടാനിട്ടുണ്ടല്ലോ. ബോംബ് നമ്മളെ ഫോണിൽ നിന്ന് പൊട്ടിക്കാട്ടോ. അങ്ങനത്തെ ഒരു സിസ്റ്റം കേട്ടോ നമ്മൾ കട്ടിച്ച് ഇതാക്കണേ. ഈ ആക്റ്റീവ് ബോംബ് എന്നുകൊണ്ട് അടിച്ചെടുത്താൽ മതി. ചിക്കി ബോംബ് പൊട്ടിട്ടിട്ടുണ്ട്. ഓരോ പോലീസ് സ്റ്റേഷനല്ല, ഓരോ പാരേജ് നമ്മൾ വന്ന് പൊട്ടിച്ചിടും. നമ്മൾ വാങ്ങി കൊടുത്താണ്. നമ്മൾ നേരെ പോവാണ് കേട്ടോ.
ഇനി നമ്മൾ നേരെ പോണതേ ബീച്ചിലേക്കാണ്. നമ്മളിങ്ങോട്ട് കയറുമ്പോൾ തന്നെ പറഞ്ഞല്ലോ ഇവിടുത്തെ ബീച്ചിലേക്കൊന്ന് പോകണമെന്ന്. ബീച്ചിൽ ഇവിടെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ വെറുതെ നേരെ പോണത് ബീച്ചിലേക്കാണ്. ബീച്ച് പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണെന്നാണ് എൻ്റെ ചങ്ങായിമാരൊക്കെ പറഞ്ഞത്. അപ്പോൾ അതാ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി ബീച്ചിൽ നിന്ന് ഒന്ന് കുളിക്കാറുണ്ട്. അപ്പോൾ നേരെ പോയിക്കാണ് നമ്മൾ ഇവിടെ വെള്ളത്ത് കൊണ്ടുപോയിക്കാണ് ബൈക്കിൽ നിർത്തി വെച്ചിട്ടുണ്ട്. കുറച്ച് കയറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ഒളിച്ചോയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ചും കൂടിയാണ് കയറ്റിയിട്ടത്. നേരെ ബൈക്കുമ്പോൾ ഇറങ്ങി. പിന്നെന്താ നീന്തൽ പരിപാടി. നമ്മൾ കടയിൽ നിന്നാണെങ്കിൽ പോയെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടാൽ നീന്തും, അത്രേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് നമ്മൾ നീന്താൻ ടൈമുള്ളൂ. അതേ സംസാരിച്ചിരിക്കാനൊന്നും നമുക്ക് ടൈമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ കയറുകയാണ് കേട്ടോ. യെസ്, അപ്പോൾ കയറിയില്ലെങ്കിൽ പിന്നെ സീനാണ് യെസ്. ഇവിടുത്തെ കടലിൽ ഇറങ്ങിയ ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് യെസ്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോവാണ് കേട്ടോ യെസ്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ നിന്നാൽ അധികം ഫൈൻ കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ ഒരു കുട്ടീനെ നമ്മൾ കാണാത്തത്. ഒരാൾക്കാർ കുറച്ച് ആൾക്കാർ പോലും അവിടെ ഇല്ല. 2-3 ആൾക്കാരെങ്കിലും ഉണ്ടെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ ആരും അവിടെ ഇല്ല. നമ്മളെന്തായാലും ബീച്ചിൽ കൂടെ ഉണ്ടോ വണ്ടി ഓടിക്കുന്നത്. നമുക്കിങ്ങനെ പേടിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ബീച്ചിൽ കൂടെയാണ് വണ്ടി ഓടിക്കുന്നത്. ഗായസ് കണ്ടോ നമ്മൾ ഫാസ്റ്റ് ഉണ്ടോ. ഓ മോനെ ഗായസ്, എന്തായാലും ഇതാ നമ്മളെ ചങ്ങായി ഇവിടുന്ന് മിസ്സായതിൻ്റെ സങ്കടം നമുക്ക് നല്ലോണ്ട് കേട്ടോ. അപ്പോൾ ചങ്ങായി ഇനി നമ്മളെ ചതിക്കുകയാണോ, ചങ്ങായി ഇനി നുണറിഞ്ഞാണോ നമുക്കറിയില്ല. പോലീസുകാരന്മാരൊന്നും ഒന്നും പറയണില്ല. ഒരു വേറെ കാര്യം ഇതുണ്ടോ യെസ്, നമ്മൾക്ക് ഇങ്ങനത്തെ കുറച്ച് മാജിക്കൊക്കെ അറിയാം കേട്ടോ. എന്ത് ചെയ്യാനാ, അമ്മക്ക് കജ്ജൊന്നും വേണ്ടാന്ന് വണ്ടി ഓടിച്ചാനേ. അതാണ് നേരണ്ട് പോകുന്നത്. അഞ്ഞ് നമ്മൾ ഇതാണ് യെസ് നമ്മളെ ചങ്ങായി. ഓൻ ഇറാഖിൽ പണിക്ക് വന്നാണ് കൈസ്. നമ്മളെ ചതിച്ചു. എടാ ഇജ്ജെന്താടാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. നമ്മളെന്ത് ചങ്ങായിമാരേടാ. നീ പോടാ, നീ ഏതാടാ അങ്ങനെ പറഞ്ഞാൽ ഇന്ത്യക്കൊന്നൊന്ന് ഒരു കുത്തു വിടുമോടാ എനിക്ക്. ഞാൻ ആദ്യം പറഞ്ഞത് എന്നെ ചതിക്കണോലൊക്കെ ഞാൻ മല്ലം കൊടുത്തിട്ടുണ്ട്. അതിന് നീ ഏതാടാ, ധൈര്യം ഒന്ന് അടിച്ചു നോക്ക്. എന്താടാ അടിച്ച് നീ എന്നെ അടിക്കോടാ. എന്നാൽ പിന്നെ എന്നൊന്നും ഇവിടെ കൊന്നിട്ട് മുള്ളു. നമ്മളെന്തായാലും കൊന്നു. നമ്മളെ ചതിച്ചാൽ പിന്നെ പറയേണ്ടി കേട്ടോ. എന്തായാലും നമ്മൾ റെസ്റ്റോറൻ്റൊക്കെ ആണെങ്കിലും ഓനക്ക് വേണ്ടി നമ്മൾ പൈസ ചിലവാക്കി ഇറാഖിൽ എത്തിയിട്ട് ഓൻ നമ്മളെ ചതിച്ച്. എന്തായാലും നമ്മൾ ഓനെ അങ്ങോട്ട് കൊന്നിട്ടു. ഇനി വേണ്ട, നമ്മളെ ചതിച്ചോലൊന്നും വേണ്ട ഗൈസ്. അപ്പം നമ്മൾ നേരെ ഇനി കുറച്ച് സങ്കടമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് തേരാപാരൊക്കെ നടന്ന് ഗൈസ്. കുഴപ്പമില്ല, എന്തായാലും അടുത്ത പാർട്ട് കാണാം കേട്ടോ.